ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അലിഫ് ലാം മീം. ഖുർആനിലെ ചില സൂറത്തുകൾക്ക് തുടക്കത്തിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങളായിട്ട് കാണാം. അത് അള്ളാഹും അവൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായ പ്രവാചകന്മാരോ ഔലിയാക്കന്മാരോ തമ്മിലുള്ള ഒരു അവർ തമ്മിലുള്ള ഒരു രഹസ്യ കോഡ് പോലെയാണ്. അള്ളാഹും അവൻ്റെ പ്രിയപ്പെട്ടവരും നടത്തുന്ന ചില സംഭാഷണത്തിലുള്ള തുടക്കത്തിൽ നടത്തുന്ന ഒരു രഹസ്യ കോഡാണിത്, അലിഫ് ലാം മീം. അപ്പോൾ അത് എല്ലാവർക്കും അത് വെളിപ്പെടില്ല. അവനെ സ്നേഹിക്കുന്ന ആ മഹബൂബീങ്ങൾക്ക്, ആ പ്രേമികൾക്ക് മാത്രം അറിയാവുന്ന ഒരു സ്വകാര്യ വർത്തമാനങ്ങളാണ് അതൊക്കെ. മൂസാ നബി അള്ളാഹുമായിട്ട് സംസാരിച്ചു. പക്ഷേ അള്ളാഹനെ നേരിൽ കണ്ടില്ല. ഒരു മൂടുപടം അവിടെ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ ചെറിയൊരു മറ ഉണ്ടായിരുന്നു. എന്നാൽ മൂസാ നബി എന്ത് ചെയ്തു? വാക്കുകളിലൂടെ അറിഞ്ഞു, സംസാരത്തിലൂടെ അള്ളാഹനെ അറിഞ്ഞു. ആ അന്വേഷണത്തിൽ അദ്ദേഹം എന്തായിരുന്നു? മൂസാ നബി സംതൃപ്തനായിരുന്നു. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായി സംസാരിക്കുക മാത്രമല്ല, അള്ളാഹുവിനെ മുഖാമുഖം കാണുകയും ചെയ്തു, ദർശിച്ചു. വാക്കുകൾക്കും റിപ്പോർട്ടുകൾക്കും അപ്പുറം നമുക്ക് സംസാരിക്കാം. നമുക്കിത് എങ്ങനെയാണ് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപ്പുറമുള്ള ഒരു അനുഭവമാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ മൂസാ നബി കേട്ടു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അപ്പോൾ കണ്ടവൻ കേട്ടവനേക്കാൾ വലിയ ആനന്ദത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ട ആൾ കേട്ട ആളേക്കാൾ വലിയ ആനന്ദത്തിലാണല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പോൾ അലിഫ് ഞാൻ, അന. അള്ളാഹ് പറയുന്നു, ഞാനാണ് നിൻ്റെ യജമാനൻ, നിന്നോട് സ്നേഹമുള്ളവൻ. അപ്പം ലാമ് എൻ്റെ, ലോകത്തുള്ള സർവ്വതും എൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. എൻ്റെ നിയമമാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നത്. മീം എന്നിൽ നിന്നാണ്. മീനല്ലാഹ്, എല്ലാ ശക്തിയും അറിവും എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. അലിഫ് ലാം മീം. അപ്പോൾ നമ്മളെന്താ ചെയ്യാം? ഈ ഉന്നതമായ അവസ്ഥയിലെത്താൻ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താ? അവ ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കുക, ബുദ്ധിയേക്കാൾ. അപ്പോൾ സാധാരണ കണ്ണുകൾ കൊണ്ട് നമുക്ക് അള്ളാഹനെ കാണാൻ കഴിയില്ല. നമുക്ക് അതിനുള്ള ആന്തരികമായിട്ടുള്ള ഒരു ബുദ്ധി, ഒരു കാഴ്ച വേണം. അപ്പം ഞാനെന്ന ഈ അഹംഭാവം ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ അള്ളാഹിൻ്റെ ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ കയറുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴിയാണ് സന്ദേശം വരുന്നത്. എന്നാൽ ഏറ്റവും ഉയർന്ന ആത്മീയ അവസ്ഥയിൽ ഒരു മധ്യസ്ഥന് പോലും ഇല്ലാതെ നേരിട്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ അലിഫ് എന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകത, അലിഫിന് ചില ഗുണങ്ങളുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളുമായി സാമ്യം ഉള്ളതാണ്. എന്താണ്? അലിഫ് ഒരു നേർരേഖയാണ്, അതിന് വളവുകളില്ല. അപ്പോൾ മറ്റു അക്ഷരങ്ങളുമായിട്ട് കൂടിച്ചേരുമില്ല അലിഫ്. പക്ഷെ എല്ലാ അക്ഷരങ്ങൾക്കും അലിഫിനെ ആശ്രയിക്കണം, അല്ലേ? അത് അള്ളാഹിൻ്റെ ഗുണമാണല്ലോ. എല്ലാ അക്ഷരങ്ങൾക്കും എന്ത് വേണം? അലിഫിനെ ആശ്രയിക്കണം. എല്ലാത്തിൻ്റെയും തുടക്കം അലിഫാണ്. അതുപോലെയാണ് അള്ളാഹിന് ആരെയും ആവശ്യമില്ല, എന്നാൽ സർവ്വചരാചരങ്ങൾക്കും അള്ളാഹുവിന് ആവശ്യമാണ്. അതാണ് അലിഫ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ ഭൗതികമായ ഈ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെയാണ് അള്ളാഹിൻ്റെ ആ നൂറ് കാണാൻ, അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ മൂടുപടം. ഒരു മണവാട്ടി തൻ്റെ മുഖപടം മാറ്റുന്നത് പോലെ
നമ്മുടെ ഉള്ളിലെ അനാവശ്യ ചിന്തകളും ബഹളങ്ങളും മാറുമ്പോൾ, ഈ അനാവശ്യ ചിന്തകളും ബഹളങ്ങളൊക്കെ മാറുമ്പോൾ ഖുർആനിൻ്റെയും അള്ളാഹുവിൻ്റെയും യഥാർത്ഥ സൗന്ദര്യം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അള്ളാഹു മനുഷ്യനോട് പറയുന്നത് എന്താ? നീ നിൻ്റെ കാര്യങ്ങൾ എനിക്ക് വിട്ടുതരിക, എന്നാൽ എന്നിട്ട് എന്നെ മാത്രം സ്നേഹിക്കുക. അപ്പോൾ നിൻ്റെ ഉള്ളിലെ ബഹളങ്ങളെല്ലാം അടങ്ങുമ്പോൾ നീ എന്നെ നേരിട്ട് കാണും. സുബ്ഹാനല്ലാഹ്.